CPM ഭരിക്കുന്ന തിരുവനന്തപുരം താലൂക്ക് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിൽ കോടികളുടെ ക്രമക്കേടെന്ന കണ്ടെത്തൽ. വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റുകളുടെയും വ്യാജരേഖകളുടെയും ഈടിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഭരണസമിതി അംഗങ്ങൾക്ക് 50 ലക്ഷത്തിനോട് അടുത്ത് വായ്പകളും 10 ലക്ഷത്തിൻ്റെ 30ഓളം ചിട്ടികളുമുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. റിനു, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. SKN തിരുവനന്തപുരം താലൂക്ക് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിലാണ് വ്യാപക ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. 2022-23 കാലഘട്ടത്തിൽ താലൂക്ക് രജിസ്ട്രാർ നടത്തിയ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ ഓഡിറ്റിങ്ങിലാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. CPMന്റെ ഭരണത്തിൽ ഉള്ള ഒരു സഹകരണ സംഘം കൂടിയാണ് ഇത്. സഹകരണ സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിലെ ജീവനക്കാരുടെ ഒരു സഹകരണ സംഘം. ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഭരണസമിതിയുടെ പ്രസിഡന്റ് തന്നെ 1/2 കോടിയിലധികം രൂപയുടെ വ്യാജ വായ്പകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരാൾ 9 സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് പലതരത്തിലുള്ള ലോണുകൾ ഇവിടെ നിന്ന് കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ വ്യാജരേഖകളുടെയും ഈടിലാണ് ഈ കോടികളുടെ തട്ടിപ്പ്. സഹകരണ സംഘം പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPMന്റെ ഭരണസമിതി, CPMന്റെ നിയമം ഏരിയ കമ്മിറ്റി അടക്കമുള്ള ആൾക്കാരാണ് ഈ 50-ലധികം ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അന്ന് തന്നെ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഈ 1.5 കൊല്ലത്തിന് ശേഷം ഇതുവരെയും ഒരു തരത്തിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, CPMന്റെ ജില്ലാ കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് ഈ റിപ്പോർട്ടെല്ലാം തന്നെ പൂഴ്ത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് ആരോപണമായി ഉയർന്നു വരുന്നത്. ഭരണസമിതി അംഗങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സാലറി സർട്ടിഫിക്കറ്റിൽ 9-ൽ കൂടുതൽ വായ്പകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം 10 ലക്ഷത്തിൻ്റെ 30 ചിട്ടിയാണ് ഒരാളുടെ പേരിൽ കൈപ്പറ്റിയിരിക്കുന്നത്. ഇത് ഭരണസമിതി അംഗങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിട്ടിയും അതുപോലെ തന്നെ വായ്പയുമാണ് എന്നുള്ളതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നത്. എന്തായാലും വിശദ അന്വേഷണം നടത്തണമെന്നുള്ള ഒരു ശുപാർശ ഉണ്ടായിട്ടും ഇതുവരെയും ഒരു തരത്തിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല. SKN. താങ്ക് യു. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.